എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസണെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ വീഴ്ചയിൽ അന്വേഷണം നടക്കുന്നു. വീഴ്ചയുണ്ടായി എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് ആലുവ ഡിവൈഎസ്പി അന്വേഷണം നടത്തുക. പ്രതി സിറിയക് ലഹരി ഉപയോഗിച്ചെന്നറിയാൻ നഖത്തിന്റെയും മുടിയുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് 7 ദിവസത്തിന് ശേഷം സിറിയക്കിനെ വാഗമണിൽ നിന്ന് പിടികൂടിയത്. അതിനുശേഷം സിറിയക്കിനെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി ഭയന്നതുകൊണ്ട് വാഹനം നിർത്താതെ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് സിറിയക്കിന്റെ മൊഴി. പക്ഷേ ആ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണുള്ളത്. ഇയാൾ ഈ അപകട സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇയാളുടെ മുടിയുടെയും അതോടൊപ്പം നഖത്തിന്റെയും സാമ്പിള് ശേഖരിച്ചിട്ടുണ്ട്. ഈ കുടുംബം അപകടം നടന്നതിന് പിന്നാലെ വലിയ ആക്ഷേപം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. കാരണം ഈ സിറിയക് എന്ന് പറയുന്ന ഡോക്ടർ അയാൾ അതിസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റിൽ സ്വാഭാവികമായ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലൊരു അസ്വാഭാവിക വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നാണ് കുടുംബം ഉന്നയിച്ച ആരോപണം. എന്തുകൊണ്ട് തങ്ങളുടെ മകളെ വാഹനം ഇടിച്ചിട്ട് പോയ പ്രതിയെ പിടികൂടാൻ പോലീസിനായില്ല? അതായത് ഈ വാഹനം ട്രേസ് ചെയ്തു, വാഹനം ഓടിച്ചിരുന്ന ആളെ കണ്ടെത്തി, പക്ഷേ അയാളെ പിടികൂടാൻ മാത്രം പോലീസിന് 7 ദിവസം എടുത്തു. ആ ഒരു പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എറണാകുളം റൂറൽ എസ് പി KS സുദർശൻ ആലുവ ഡിവൈഎസ്പി ആയ ബാബുക്കുട്ടന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായി അന്വേഷണം നൽകി റിപ്പോർട്ട് സമർപ്പിക്കാൻ, ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ സിറിയക് ജോർജിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിൽ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.